എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് സിലബസ് പ്രകാരമുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ എടുത്തതായിരുന്നു. ഇനി എടുക്കാൻ പോകുന്ന ലാസ്റ്റ് മൊഡ്യൂളാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ ലൈവിലും പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും ഒക്കെ നമ്മൾ സോൾവ് ചെയ്തതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സൈമിൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. അത് എക്സാമിന് മുമ്പ് ഉറപ്പായിട്ടും നമ്മളത് ഡിസ്കസ് ചെയ്യും. അത് വലിയ പ്രാധാന്യം ഇല്ല, അതുകൊണ്ടാണ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തിയത്. അതെന്തായാലും എക്സാമിന് മുൻപായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് നമ്മൾ ലൈവിലോ അല്ലെങ്കിൽ റെക്കോർഡറായിട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈവ് ആണെങ്കിൽ കൂടെ അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മൊഡ്യൂൾ, നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ സ്കോറിംഗ് ആയിട്ടുള്ള, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മാത്രം മാർക്ക് കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സിലബസ് ഇൻട്രോ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം, അത്യാവശ്യം ബേസ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ബേസ് ക്ലാസ് ആണിത്. ആര് സ്കിപ്പ് അടിക്കല് ബേസ് ക്ലാസ്. കാരണം പ്ലസ് ടുവില് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ച കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് മോഡുലസ്, എന്താണ് ആർഗ്യുമെന്റ്, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, എന്താണ് പോളാർ ഫോം, എന്താണ് എക്സ്പോണൻഷ്യൽ ഫോം, എന്താണ് ആർജന്റ് പ്ലെയിൻ റെപ്രസെന്റേഷൻ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനിലേക്കാണ് കയറുന്നത്. ഇപ്പൊ ഫംഗ്ഷന്റെ കേസിൽ വന്നാലും മോഡുലസ് കണ്ടുപിടിക്കുന്നതൊന്നും വലിയ വ്യത്യാസമില്ല. അപ്പം എല്ലാം ഒന്ന് തന്നെയാണ് ആക്ച്വലി. സോ അപ്പം മസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. അതറിയാതെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനിലേക്ക് നേരിട്ട് ചാടി അങ്ങ് കയറരുത്. കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ പ്രീവിയസ്ലി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, പ്രീവിയസ്ലി നമുക്കുള്ള നോളജ് എന്തൊക്കെയാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിലേക്ക് വരുമ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുള്ള കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. കോംപ്ലക്സ് ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് കയറുന്നതിന് മുൻപ് സിലബസ് നോക്കാം. ആദ്യം തന്നെ എന്താണ് അനാലിറ്റിക് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ സിലബസ് തുടങ്ങുന്നത് അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അനലൈറ്റിക് ആൻഡ് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പം ഈ അനലൈറ്റിക് ഫംഗ്ഷൻ പഠിക്കണമെങ്കിൽ ഈ സിലബസിന് വലിയ ട്രാപ്പ് ഉള്ള ഒരു സിലബസ് ആണ് ഇതിൻ്റെത്. കാരണം അനലൈറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അകത്ത് ഒരുപാട് ടോപ്പിക്സ് വരും. ഓക്കെ, ഒരു ഫംഗ്ഷൻ അനലൈറ്റിക് ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, കണ്ടിന്യൂസ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം. അപ്പൊ എന്താണ് ലിമിറ്റ്, എന്താണ് കണ്ടിന്യൂറ്റി, എന്താണ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, പിന്നെ കണ്ടീഷൻ ഫോർ അനലൈറ്റിസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യാർഹിതമായ CR ഇക്വേഷൻ അഥവാ കോച്ചി-റീമാൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് കോച്ചി-റീമാൻ ഇക്വേഷൻ. അവിടെ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ 100%. നമുക്ക് സ്ഥിരമായിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്ക് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഒരെണ്ണം കോച്ചി-റീമാൻ ഇക്വേഷൻ, ഒരെണ്ണം ഈ സാധനം മാപ്പിംഗ് നമുക്ക് മേ ഓർ മേ നോട്ട് ആണ്, ചോദിക്കാതിരിക്കാം. കോച്ചി-റീമാൻ 100% കൺഫേംഡ് ആണ്. പിന്നെ ഈ സിംഗുലാരിറ്റി 100% കൺഫേംഡ് ആണ്. CRT കോച്ചീസ് റെസിഡ്യൂ തിയറം, അതിന്റെ ക്വസ്റ്റ്യൻ 100% കൺഫേംഡ് ആണ്. ഓക്കെ, എന്നാലും ഈ ഒരു 3 ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ 100% എഴുതി വെക്കാം. ബാക്കിയുള്ളതൊക്കെ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് എവിടുന്ന് ചോദിക്കണം എന്നുള്ള. പഠിക്കുമ്പോൾ പക്ഷെ നമ്മളെല്ലാം പഠിക്കണം. ഓക്കെ, മോബിയസ് ട്രാൻസ്ഫോം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. അപ്പൊ മേ ബി ഇപ്പം അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് മോബിയസ് ട്രാൻസ്ഫോം. അപ്പൊ അതുകൊണ്ട് അത് മസ്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ പവർ സീരീസ് റെപ്രസെന്റേഷൻ നോക്കണം. എല്ലാ ടോപ്പിക്സും പഠിക്കാനുള്ളതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഞാൻ ആദ്യമേ ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കും. അപ്പം അനലൈറ്റിക് ഫംഗ്ഷൻ, അപ്പൊ എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പഠിക്കണം, ലിമിറ്റ് പഠിക്കണം, കണ്ടിന്യൂറ്റി പഠിക്കണം. അതിനുശേഷമാണ് അനലൈറ്റിക് എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു അനലൈറ്റിക് ഫംഗ്ഷൻ, അത് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാർമോണിക് ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഹാർമോണിക് ഫംഗ്ഷനെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ അതിന്റെ ഇടയ്ക്ക് കോൺസ്റ്റന്റ് ഒക്കെ കയറ്റി എ എന്നോ അല്ലെങ്കിൽ കെ എന്നോ ഒക്കെ പറഞ്ഞ് കോൺസ്റ്റന്റ് കയറ്റിയിട്ട് ഫംഗ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ ഈ കെ കണ്ടുപിടിക്കാനൊക്കെ പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് സ്ഥിരം റിപ്പീറ്റഡ് മോഡലാണ്. അത് മസ്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ CR ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മാപ്പിംഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ട്രാൻസ്ഫോർമേഷനായി. എന്താണ് W =
കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയും. കോംപ്ലക്സ് അനാലിസിസിന്റെ മാപ്പിങ്ങിനെ കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയും. അതിനകത്ത് തന്നെ 3-4 മാപ്പിംഗ്സ് ഉണ്ട്. W=1/z എന്ന് പറഞ്ഞ മാപ്പിംഗ് ഉണ്ട്, W=sin z ഉണ്ട്, W=cos z ഉണ്ട്, W=e⁻z ഉണ്ട്. അങ്ങനെ മാപ്പിംഗ് ഇപ്പം ഈ സിലബസ് കാണുമ്പോൾ ചെറുതാന്ന് വിചാരിക്കും. ഇപ്പൊ മാപ്പിംഗ് എന്നുള്ള ഒരു വാക്കിൽ തന്നെ ഇത്രയും ടോപ്പിക്സ് അതിന് ഉള്ളിൽ വരും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഏറ്റവും ലെങ്തി ആയിട്ട് പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ്. ഒരു വാക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ മോബിയസ് ഒരെണ്ണം മാത്രം ഒരു ട്രാൻസ്ഫോം എടുത്തു പറയുന്നുണ്ട്, മോബിയസ് ട്രാൻസ്ഫോം. മാപ്പിംഗ്സ് എന്ന് പറയുമ്പോൾ കുറെ ട്രാൻസ്ഫോംസ് അതിൽ വരുന്നുണ്ട്. പിന്നെ പവർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ. പവർ സീരീസ് റെപ്രസെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ടൈലർ സീരീസ് എക്സ്പാൻഷൻ, മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ. പിന്നെ പർട്ടിക്കുലർലി അനാലിറ്റിക് ഫംഗ്ഷൻസിന്റെ പവർ സീരീസ് നമുക്ക് പഠിക്കാനുണ്ട്. സീരീസ് എക്സ്പാൻഷൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സീറോ ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിംഗുലാർ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ജസ്റ്റ് സിലബസിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ CRT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ വിട്ട് കളയരുതാത്ത ടോപ്പിക്കാണ് CRT എന്ന് പറയും. CRT എന്ന് പറഞ്ഞാൽ കോഷീസ് റെസിഡ്യൂ തിയറം. അതാണ് ഈ റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത്. റെസിഡ്യൂ തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അത് കോഷീസ് റെസിഡ്യൂ തിയറം എന്നാണ് പറയുന്നത്. 2 ഐറ്റംസ് ഉണ്ട്. CIF ഉണ്ട്, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയും. പിന്നെ CRT അഥവാ കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറയും. രണ്ടും കോഷി കണ്ടുപിടിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടാണ്, CRTയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. കോഷീസ് റെസിഡ്യൂ തിയറം വെച്ചുള്ള ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ തന്നെ അവിടെയും ഈ സിംഗുലാർ പോയിന്റിന്റെ കൺസെപ്റ്റ് അതിന് മുൻപ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഓർഡർ പ്രകാരം പഠിക്കേണ്ട സാധനമാണിത്. പിന്നെ ഈ മോബിയസ് ട്രാൻസ്ഫോമും പവർ സീരീസ് റെപ്രസെന്റേഷൻ ഞാൻ ഏറ്റവും അവസാനമാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ കറക്റ്റ് ഓർഡറിൽ പോകും. ഈ കാണുന്ന മോബിയസ് ട്രാൻസ്ഫോമും പവർ സീരീസ് റെപ്രസെന്റേഷനും സിലബസിന്റെ ഞാൻ എടുക്കുന്ന ഓർഡർ പ്രകാരം ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന 2 ടോപ്പിക്സ് ആയിരിക്കും. ബാക്കിയുള്ളത് ഞാൻ കറക്റ്റ് ഓർഡറിൽ പോകും. ബാക്കിയുള്ള ടോപ്പിക്സ് കറക്റ്റ് ഓർഡറിൽ പോകും. ഓക്കെ, പിന്നെ അതിന്റെ ഇന്റഗ്രൽ ഇവാലുവേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അതിൽ തന്നെ പല ടൈപ്പ്, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ ഒക്കെ വരുന്ന ടൈപ്പ് ഇന്റഗ്രൽസും ഉണ്ട്, നേരിട്ട് ചോദിക്കുന്ന ഇന്റഗ്രൽസും ഉണ്ട്. അതിന് കോൺടൂർ ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺടൂർ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സാധനം പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലോസ്ഡ് കോൺടൂർ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ഞാൻ ചുമ്മാ ഒരു ഓവർവ്യൂ പറഞ്ഞു എന്നുള്ളത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് 1 by 1 ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള ഒരു ഐഡിയ തന്നേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജോലി എന്താണ്? ബേസ്. ആദ്യത്തെ ജോലി എന്താണ്? ബേസ് സെറ്റ് ചെയ്യാം. ബേസ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ബേസ് എന്ന് പറയുന്നത് CNുമായിട്ട് ബന്ധപ്പെട്ട ബേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കോംപ്ലക്സ് ഫങ്ഷൻസ് ആണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. പക്ഷെ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ ഓൾറെഡി +1 പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ പഠിക്കുന്ന പല പോയിന്റുകളും ചിലപ്പോൾ മറ്റു പല കാര്യങ്ങൾ പുതിയ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം എത്തുന്നത് കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ പണ്ട് പഠിച്ച മോഡുലസിലോ ആർഗ്യുമെന്റിലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അത് അറിയാതിരുന്നാൽ അന്നേരം പണി കിട്ടും. അതുകൊണ്ട് ബേസ് എന്നോണം ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അടിത്തറ നല്ലോണം സെറ്റ് ചെയ്തിട്ട് വേണം കോംപ്ലക്സ് ഫംഗ്ഷനിലേക്ക് കയറാൻ. ഓക്കെ, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ധാരണയിലാണ് അവർ അതിന്റെ സിലബസ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച് ഒരുപാട് നാൾ മുൻപ് പഠിച്ചവർ കാണും, അത് പഠിക്കാത്തവരെ കാണും. എനിവേ അവരെല്ലാവരും ഒരേപോലെ അടിപൊളിയായിട്ട് പഠിക്കുക. അത്യാവശ്യം ഇത് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. എനിവേ അവർക്ക് ബോറടിക്കുന്നുണ്ടാവും. എനിവേ അത് കുഴപ്പമില്ല. പക്ഷെ കറക്റ്റായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ഓൾറെഡി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് കോംപ്ലക്സ് നമ്പർ? ഓക്കെ, ഞാൻ അതിന്റെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ബേസ് തൊട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചോണം. ശ്രദ്ധിക്കണേ, ഇവിടെ തൊട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിൽ ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? Z = A + IB എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം. വാട്ട് ഈസ് ദ
ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ്. ഈ കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് വന്നത്, എന്താണ് ഈ ഐ എന്ന് പറയുന്ന സാധനം, അത് ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് നോക്കിയാണേ. സയന്റിസ്റ്റുകൾ പണ്ട് തൊട്ടേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2 എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടായിരുന്നു. ആ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ് ആദ്യം കണ്ടുപിടിച്ച മെത്തേഡ്. അവിടുന്ന് ഡിറൈവ് ചെയ്യപ്പെട്ടതാണ് ഈ പറയുന്ന മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ അവര് നോ സൊല്യൂഷൻ എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. പർട്ടിക്കുലർലി ഈ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ആ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന വാല്യൂ പണ്ട് തൊട്ടേ ഉള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ നമുക്ക് രണ്ട് റൂട്ടുകൾ ഈക്വൽ ആയിട്ടുള്ള റൂട്ടുകളായിരിക്കും കിട്ടുന്നത്. ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിയൽ ആയിട്ടുള്ളതും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടുകളും ആയിരിക്കും കിട്ടുന്നത്. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്നായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ ഉള്ള കണ്ടുപിടുത്തം അവിടെ നോ സൊല്യൂഷൻ, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്ന ഉത്തരവില്ല. പിന്നീട് അതിനൊരു ഉത്തരവായി. ആ ഉത്തരവായതാണ് നിങ്ങളിത് 10ാം ക്ലാസ് വരെ നോ സൊല്യൂഷൻ എന്നാണ് പഠിച്ചത്. +1 നമ്മൾ പഠിക്കും കോംപ്ലക്സ് നമ്പേഴ്സ്. കാരണം റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ അവിടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്. അവിടെ ഒരു പുതിയ റിയൽ നമ്പേഴ്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഇപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, റാഷണൽ, ഇറാഷണൽ, ഹോൾ നമ്പേഴ്സ്, ഇതെല്ലാം ഓൾ ഓഫ് ദീസ് ആർ കമ്മിങ് അണ്ടർ റിയൽ നമ്പേഴ്സ്. എല്ലാം റിയൽ നമ്പറിൽ പെടുന്ന അല്ലെ. ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായ ഒരു സംഖ്യാശാഖ തന്നെ ഉണ്ടാകുകയാണ്, ഒരു നമ്പർ സിസ്റ്റം തന്നെ ഉണ്ടാകുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇപ്പൊ x³ + 1 അല്ലെങ്കിൽ x² + 1 = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, x² + 1 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അവിടുന്ന് x² = -1, x = √(-1), x = ഈ √(-1), ഈ √(-1) വിളിക്കുന്ന പേരാണ് i. അയോട്ട എന്ന് പറയും. എന്താണ് അയോട്ട? അയോട്ട എന്ന് പറയുന്ന സാധനം ചുരുക്കിയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്, i എന്ന് എഴുതുന്നത്. ഓക്കെ, x = എന്താണ് i. ഈ x = i എന്ന് പറയുന്നതാണ് √(-1). ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അയോട്ട അഥവാ i എന്ന് പറയുന്നത് എന്താണ്? √(-1) ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒക്കെ നമ്മൾ തലങ്ങും വിലങ്ങും അടിപൊളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ എല്ലാം ഈ ഐ കാണും. എന്തുവാ ഐ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം ഐ അഥവാ അയോട്ട എന്ന് പറയുന്നത് √(-1) ആണ്. √(-1) വിളിക്കുന്ന പേരാണ് എന്ത്? ഐ അഥവാ അയോട്ട. ഓക്കെ, അടിപൊളി. ഇപ്പം i = √(-1). ഇവിടുന്ന് തന്നെ ഒരു കാര്യം പെട്ടെന്ന് തന്നെ i = √(-1) ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, നമുക്കറിയാം റൂട്ട് ഇപ്പുറം വന്നാൽ എന്താവും? സ്ക്വയർ ആവും അല്ലെ. പ്ലസ് അപ്പുറം പോയ മൈനസ് ആവും, മൈനസ് അപ്പുറം പോയ പ്ലസ് ആവും, ഇൻറ്റു അപ്പുറത്ത് പോയ ഡിവൈഡ് ആവും, ലോഗരിതം അപ്പുറത്ത് പോയ എക്സ്പോണൻഷ്യൽ ആവും എന്നൊക്കെ പറയുന്ന പോലെ റൂട്ട് ഇപ്പുറം വന്നാൽ എന്താവും? സ്ക്വയർ ആവും. ശരിയല്ലയോ? ഇപ്പൊ ഈ റൂട്ട് ഇപ്പുറം വരുമ്പോൾ എന്ത് വരും? i² = -1 എന്ന് വരും. ഇതും ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചെന്ന് പഠിച്ചോണം. i = √(-1). ഇനി എവിടെ i² കണ്ടാലും കണ്ണും പൂട്ടി -1. എവിടെ i² കണ്ടാലും അങ്ങോട്ട് പോകുന്ന വഴി ഇഷ്ടം പോലെ i² കാണും. i² കാണുന്ന സ്ഥലത്ത് പെട്ടെന്ന് മനസ്സിൽ -1. i² = -1. ഓക്കെ, ഇപ്പൊ പവേഴ്സ് ഓഫ് i ഉണ്ട്. i³ എന്ന് പറഞ്ഞാൽ -i ആണ്. ഇത് ബാക്കിയെല്ലാം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് രണ്ടെണ്ണം അടിപൊളിയായിട്ട് പഠിച്ചു. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? z = a + ib എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അവിടെ i എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി a എന്താണ്? a എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് a is called റിയൽ പാർട്ട്. കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? a. ഈ b യെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് റിയൽ പാർട്ട് നമുക്ക് rp എന്ന് വിളിക്കാം, ഇമാജിനറി പാർട്ട് im എന്ന് വിളിക്കാം. ഓക്കെ, re എന്നും നമുക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. re എന്നാണ് നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റുകളൊക്കെ കിടക്കുന്നത്. re തന്നെ കിടക്കട്ടെ. റിയൽ പാർട്ട് re എന്ന് വിളിക്കാം, ഇമാജിനറി പാർട്ട് im എന്ന് വിളിക്കാം. അപ്പൊ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്ന എയും ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്? ബി ആണ് അല്ലെ. z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ
റിയൽ പാർട്ട് എന്ന് പറയുന്നത് എയും ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ബി ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഐ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ഐ എന്ന് പറയുന്ന അയോട്ടെ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം. അവിടെ എ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട്. റിയൽ പാർട്ടിനെ നമ്മൾ ആർ ഇ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ടിനെ നമ്മൾ ഐ എം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അടിപൊളിയായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഒരു ഇൻട്രോ, കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ള ഒരു ഐഡിയ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. ഈ 1 by 1 ആയിട്ട് നമുക്ക് ബേസിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. ആദ്യം തന്നെ മോഡുലസ്. മോഡുലസ് ഈസ് അതർവൈസ് കോൾഡ് അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കാം അല്ലെ. മോഡുലസിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമുക്കറിയാം ജനറൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ, അതിന്റെ നൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൊട്ടേഷൻ ഒക്കെ മോഡ് ഇസഡ് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. മോഡ് ഇസഡ് ഇതാണ് അതിന്റെ നൊട്ടേഷൻ. ഓക്കെ, ഇതെങ്ങനെയാ വായിക്കേണ്ടത്? ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ പൊതുവെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് അറിയാം, ഇസഡ് ആണെന്ന് അറിയാം. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ്. ഓക്കെ, ശ്രദ്ധിക്കണം. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 2 + 3i ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ മോഡ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 2² + 3², റൂട്ട് ഓഫ് 4 + 9, റൂട്ട് 13 അല്ലെ. ക്ലിയർ ആണല്ലോ. ഇനി മോഡുലസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഹരിക്കുകയാണ്, Z1 by Z2. ഇതിന്റെ മോഡുലസ് എടുക്കണമെങ്കിൽ നമുക്ക് മുകളിലും താഴെയും സെപ്പറേറ്റ് മോഡുലസ് എടുക്കാം. Z1 by Z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഹരിക്കുന്നതിന്റെ ഒറ്റ മോഡുലസ് എടുക്കണമെങ്കിൽ മുകളിലും താഴെയും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് മോഡുലസ് എടുക്കാം. അതേപോലെ തന്നെ 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഗുണിക്കുകയാണ്, Z1 into Z2. ഇതിന്റെ മോഡുലസ് എടുക്കണമെങ്കിലും 2 പേർക്കും സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡുലസ് എടുക്കാൻ പറ്റും അല്ലെ. 2 പേർക്കും സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡുലസ് എടുക്കാൻ പറ്റും. മോഡ് Z1 into മോഡ് Z2 എന്ന് എഴുതാം. ശരിയാണല്ലോ. മോഡ് Z1 into മോഡ് Z2 എന്ന് എഴുതാം. മോഡ് Z1 into മോഡ് Z2. ഇനി ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരികയാണ്, ഈ മൾട്ടിപ്ലിക്കേഷന്റെ ഡിവിഷന്റെ ഒക്കെ കോമ്പിനേഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും സെപ്പറേറ്റ് മോഡുലസ് കൊടുക്കാൻ പറ്റും. Z1 Z2 by Z3 ഹോൾ മോഡുലസ് വരുവാണെങ്കിലും നമുക്ക് Z1 മോഡുലസ് കൊടുക്കാം, Z2 മോഡുലസ് കൊടുക്കാം, Z3 മോഡുലസ്. എല്ലാവർക്കും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരുപാട് സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ, മോഡുലസ് പഠിക്കുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കോംപ്ലക്സ് നമ്പർ, എന്താണ് അതിന്റെ ജനറൽ ഫോം, എന്താണ് ഐ എന്ന് പറയുന്നത്, എന്താണ് റിയൽ പാർട്ട്, എന്താണ് ഇമാജിനറി പാർട്ട്, എന്താണ് മോഡുലസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത എന്താണ് ആർഗ്യുമെന്റ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകുമ്പോഴും ആവശ്യം വരുന്ന ഒരു ഐഡിയ ആണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. വാട്ട് ഡു മീൻ ബൈ ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? ആർഗ്യുമെന്റ് എന്ന് വിളിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആംഗിൾ ആണ്. ആംഗിൾ അഥവാ തീറ്റനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആർഗ്യുമെന്റ്. അതിന്റെ നൊട്ടേഷൻ ARG of Z എന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ARG of Z എന്ന് നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ ആണേ. ഇനി നമുക്കറിയാം Z is equal to a plus ib ആണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. Z is equal to a plus ib ആണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഇവിടുന്ന് ആർഗ്യുമെന്റ് അഥവാ ARG of Z അഥവാ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ is equal to ARG of Z is equal to tan inverse b by a. ആർഗ്യുമെന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? tan inverse b by a. എന്താണ്? tan inverse b by a. ഓക്കെ, ഇനി ഈ കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നത് ഏത് ക്വാഡ്രന്റ്? ഈ തീറ്റ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. അവിടെ ക്വാഡ്രന്റ് അനാലിസിസ് ഒക്കെ നിങ്ങൾ ട്രിഗണോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. പ്രിൻസിപ്പൽ വാല്യൂ ക്വാഡ്രന്റ് അനാലിസിസ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും ക്വാഡ്രന്റിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ബാക്കി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ Z is equal to a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ ആർജന്റ് പ്ലെയിൻ റെപ്രസെന്റേഷൻ എന്ന് പറയാം. ആർജന്റ് പ്ലെയിൻ റെപ്രസെന്റേഷൻ. ആർജന്റ് പ്ലെയിനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണ് ആർജന്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്ന് പറയുന്നത് a, b ആണ്. Z is equal to ഒരു 2 + 3i ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2, 3 ആണ് അല്ലെ. ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്താണ്? 2, 3. 2, 3 ഏകദേശം എവിടെ വരിക എന്നറിയാം. x ന്ന് 2, y ന്ന് 3. ഇപ്പൊ 2, 3 ഏകദേശം ഇവിടെയാണ്. അപ്പൊ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് വരിക അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇങ്ങനെ 4 ക്വാഡ്രന്റുകൾ ഉണ്ട് നമ്മുടെ മുന്നിൽ ആണല്ലോ. കോർഡിനേറ്റ് പ്ലെയിൻ ഓർ 2 ഡയമെൻഷണൽ പ്ലെയിൻ എന്താണ്? കോർഡിനേറ്റ്സ് x ആൻഡ് y ആക്സിസ് ഡിവൈഡ് കോർഡിനേറ്റ് പ്ലെയിൻ ഇൻറ്റു 4 ക്വാഡ്രന്റ്സ് അല്ലെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. കോർഡിനേറ്റ് പ്ലെയിൻ ഡിവൈഡ് സ്പേസ് ഇൻറ്റു 8 octants. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3Dക്കകത്ത്. അതിലേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല തൽക്കാലം. നമുക്കറിയാം 4 ക്വാഡ്രന്റുകൾ ഉണ്ട് അല്ലെ. 4 ക്വാഡ്രന്റുകൾ ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ. ഈ ഓരോ ക്വാഡ്രന്റിലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ സൈൻസ് നിങ്ങൾക്ക് അറിയാം. ASTC എന്ന് പറഞ്ഞ ഒരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ASTC എന്നുള്ള കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ സൈൻ പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് അവിടെ നെഗറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് ആണ് ടാൻ പോസിറ്റീവ് അല്ലെ. ടാനും അതിന്റെ റെസിപ്രോക്കൽ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റ് ആണ് കോസ് പോസിറ്റീവ്, അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാവരും അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനിയാണ് ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യം അതാണ്. നമുക്ക് ഇവിടെ തീറ്റ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് നമുക്ക് ഇവിടെ മെയിൻ. ഓക്കെ. തീറ്റ കണ്ടുപിടിക്കുന്ന ജോലിയാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ജോലി എന്ന് പറയുന്നത്. തീറ്റ കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് നമ്മളോട് ഒരു ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് അവർ ആവശ്യപ്പെടുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഇപ്പൊ 2, 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നിൽക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് തീറ്റ എടുക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് തീറ്റ എടുക്കാൻ പറ്റും. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിലോ നമുക്ക് നേരിട്ട് തീറ്റ എടുക്കാൻ പറ്റത്തില്ല. നമ്മളവിടെ ഡ്യൂപ്പ് തീറ്റ അഥവാ ഡമ്മി തീറ്റ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുപിടിക്കും. ഡ്യൂപ്പ് തീറ്റ അല്ലെങ്കിൽ ഡമ്മി തീറ്റ എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് തീറ്റ ഡാഷ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. തീറ്റ ഡാഷ്. നമ്മൾ തീറ്റ ഡാഷ് എന്ന് പറയുന്നത് ഡ്യൂപ്പ് തീറ്റ അഥവാ ഡമ്മി തീറ്റ എന്ന് പറയുന്നത് വിത്തൗട്ട് കൺസിഡറിങ് ദ സൈൻ. നമ്മൾ ഇപ്പൊ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവിനെ കൺസിഡർ ചെയ്യുന്നില്ല. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് b/a നെ വിളിക്കുന്ന പേരാണ് തീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ. ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് b/a നെ വിളിക്കുന്ന പേരാണ് ഡമ്മി തീറ്റ. ഡമ്മി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് b/a നെ വിളിക്കുന്ന പേരാണ് ഡമ്മി തീറ്റ. ഓക്കെ. അതായത് മോഡുലസ് ഓഫ് b/a ടാൻ ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് അറിയാൻ പറ്റും. അത് ഈസി ആയിട്ട് നമുക്ക് എല്ലാ വാല്യൂസിന്റെ ടാൻ വാല്യൂസ് ടാൻ 30, ടാൻ 45, ടാൻ 60 ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് കിട്ടും. ഓക്കെ. അത് കിട്ടിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ നിൽക്കുന്ന ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കണം. അങ്ങനെ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കുന്നത് പൈ മൈനസ് തീറ്റ ഡാഷ് ആണ്. തീറ്റ ഡാഷ് കിട്ടും. പൈന്ന് തീറ്റ ഡാഷ് കുറച്ചിട്ടാണ് നമ്മുടെ റിയൽ തീറ്റ കണ്ടുപിടിക്കുക. അതാണ് ശരിക്കുള്ള ആർഗ്യുമെന്റ്. തീറ്റ ഡാഷ് ആർഗ്യുമെന്റ് അല്ല, അതൊരു ഡമ്മി, അതൊരു ഡ്യൂപ്പാണ് അത്. ഓക്കെ. ശരിക്കുള്ളതല്ല. ഇപ്പൊ തീറ്റ ഡാഷ് പൈയിൽ നിന്ന് തീറ്റ ഡാഷ് കുറയ്ക്കുന്നതാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ. അതായത് എ വാല്യൂ നെഗറ്റീവും ബി വാല്യൂ a, b അല്ലയോ. എ നെഗറ്റീവും ബി പോസിറ്റീവ് ആണെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. എയും ബിയും നെഗറ്റീവ് ആണെങ്കിൽ അത് തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത് ഇത് നേരെ തിരിച്ചാണ്. തീറ്റ ഡാഷ് മൈനസ് പൈ. മറ്റൊരു ഇക്വേഷനും ഉണ്ട്, 2π മൈനസ് തീറ്റ ഡാഷ് എന്നുള്ള ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ മാത്രം പഠിച്ചാൽ മതി. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് തീറ്റ ഡാഷ്. ഇത്രയും സംഭവം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് തീറ്റ ഡാഷ്.
അപ്പൊ എന്താണ് ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? അതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ്. ആർജൻ പ്ലെയിൻ റെപ്രസെന്റേഷൻ അനുസരിച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ കോമ ബി ആണ്. ഈ എ കോമ ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാവാം, സെക്കൻഡ് ക്വാഡ്രന്റിലാവാം, തേർഡ് ക്വാഡ്രന്റിലാവാം, ഫോർത്ത് ക്വാഡ്രന്റിലാവാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമുക്ക് ഡെമ്മിയുടെയോ ഡ്യൂപ്പിന്റെയോ ഒന്നും ആവശ്യമില്ല, നേരിട്ട് തീറ്റ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നതെങ്കിൽ തീറ്റ ഡാഷ് കണ്ടുപിടിച്ചതിന് ശേഷം പൈ മൈനസ് തീറ്റ ഡാഷ് ആണ് റിയൽ തീറ്റ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഡാഷ് മൈനസ് പൈ ആണ് റിയൽ തീറ്റ. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ മൈനസ് തീറ്റ ഡാഷ് ആണ് റിയൽ തീറ്റ. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ എം ഐ എന്ന് ഡിനോട്ട് ചെയ്യും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ്. ഓക്കെ, ആദ്യമേ തന്നെ ബേസ് പഠിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് കോംപ്ലക്സ് ഫംഗ്ഷനും അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കാനോ മോഡുലസ് എടുക്കാനോ ആർഗ്യുമെന്റ് എടുക്കാനോ ആവശ്യം വന്നു കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഇത് ഒന്നേന്ന് പറയത്തില്ല. കാരണം ഇത് ഓൾറെഡി ബേസ് ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ കൂടിയാണ് ഇതെല്ലാം ആദ്യമേ പഠിപ്പിക്കുന്നത്, ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട ബേസ് കാര്യങ്ങൾ. ഓക്കെ, ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ബാർ കണ്ടുപിടിക്കാനും നമുക്കറിയാം, മോഡ് ഇസഡ് കണ്ടുപിടിക്കാനും അറിയാം അല്ലെ. ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്തുവാ? ഇസഡ് ബാർ എന്ന് പറയുന്നത് പറഞ്ഞില്ല, കോൺജുഗേറ്റ്. ശ്രദ്ധിച്ചിരിക്കണം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ശ്രദ്ധിച്ചിരിക്കണേ, ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തോളൂ. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇസഡ് ബാർ ആണ് കേട്ടോ. കോൺജുഗേറ്റിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ബാർ ആണ് കോൺജുഗേറ്റിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു, കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പഠിച്ചാൽ മതി. ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക. പഠിച്ചോ? എല്ലാരും പഠിച്ചോ? ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺജുഗേറ്റ്. ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക. പ്ലസ് ഐ ബി ആണെങ്കിൽ മൈനസ് ഐ ബി ആക്കുക, മൈനസ് ഐ ബി ആണെങ്കിൽ എന്താക്കുക? പ്ലസ് ഐ ബി ആക്കുക. ഓക്കെ, ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക. ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ഐ ബി. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി. എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3i. ഇസഡ് ബാർ എന്തുവാ? 2 മൈനസ് 3i. ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റി പ്ലസ് മൈനസ് ആക്കി, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. ഇസഡ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3i. ഇസഡ് ബാർ എന്ത് വരും? 2 പ്ലസ് 3i. ഓക്കെ, ഇനി അടുത്ത ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 3i പ്ലസ് 2. പലരും ആ ഫ്ലോയിൽ അങ്ങ് എഴുതും മൈനസ് 3i മൈനസ് 2. പൊട്ട തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റണം. ഇസഡ് ബാർ ഈക്വൽ ടു മൈനസ് 3i എന്താക്കണം? പ്ലസ് 3 ആക്കണം. പ്ലസ് 2 അതേപോലെ തന്നെ. ഓക്കെ ആണേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു, തെറ്റിക്കരുത്. ഐഡിയ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എല്ലാവരും പഠിച്ചു കാണും കോൺജുഗേറ്റ്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് പഠിക്കാവുന്ന കൺസെപ്റ്റ് ആണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. കമ്മിങ് ബാക്ക് ടു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇസഡ് ബാർ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആണ്. മോഡുലസ് കണ്ടുപിടിക്കാൻ ഓൾറെഡി പഠിച്ചു. മോഡ് ഇസഡ് കണ്ടുപിടിച്ച് സ്ക്വയർ ചെയ്താൽ എന്തായി? കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയി. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചാൽ രണ്ട് ടൈപ്പ് ഇൻവേഴ്സുകൾ ഉണ്ട് പ്രധാനമായിട്ടും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സും ഉണ്ട്. ഒരു സംഖ്യയെ ഇപ്പൊ നമുക്ക് കോംപ്ലക്സ് നമ്പർ വേണം, ഒരു സാധാരണ നാച്ചുറൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യ എടുക്കാം. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് കൂട്ടുമ്പോൾ 0 കിട്ടുന്നുവെങ്കിൽ ആ മറ്റൊരു സംഖ്യയെ വിളിക്കുന്ന പേരാണ് ആദ്യത്തെ സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. കൂട്ടുമ്പോൾ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടുന്നുണ്ടെങ്കിൽ ആ മറ്റൊരു സംഖ്യയെ വിളിക്കുന്ന പേരാണ് ആദ്യത്തെ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഇപ്പൊ എക്സിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉറപ്പായിട്ടും 1/x ആയിരിക്കും. എക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉറപ്പായിട്ടും -x ആയിരിക്കും. കാരണം എക്സും -x കൂട്ടിയ 0 കിട്ടും.
എക്സും 1/x ഗുണിച്ചാൽ 1 കിട്ടും. ഓക്കെ, ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ a+ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/a+ib ആണ്. 1/a+ib. ഓക്കെ, ഒരിക്കലും ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഹരിച്ച് ഒരു കോംപ്ലക്സ് നമ്പർ a+ib ഫോമിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അതുപോലെ ഫ്രാക്ഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇത് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോ ഫ്രാക്ഷൻ വന്നാലും ഡിനോമിനേറ്ററി കോംപ്ലക്സ് നമ്പർ വന്നാൽ ഇങ്ങനെ പഠിച്ചണം. ഡിനോമിനേറ്ററി കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് a+ibയുടെ കോൺജുഗേറ്റ് a-ib ആണ്. അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിനോമിനേറ്ററി ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററി കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, ആ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ a+ib താഴെ വന്ന് a-ib കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പൊ 1 × a-ib എന്ന് പറഞ്ഞാൽ a-ib ആണ്, ഡിവൈഡഡ് ബൈ a+ib × a-ib. അറിയാലോ ഐഡന്റിറ്റി, a² - b², അതായത് ib². a+b × a-b, a² - b², ഐഡന്റിറ്റി. a+b² = a² + 2ab + b² എന്ന് പറയുന്ന പോലെ a² - b² = a+b × a-b. അതേപോലെ a+b × a-b a² - b². അതായത് a-ib ഡിവൈഡഡ് ബൈ a² - i². എപ്പോ i² കണ്ടാലും മനസ്സിൽ -1, ശരിയല്ലയോ? എപ്പോ i² കണ്ടാലും -1, -1 കൂടെ പ്ലസ് ആവും, b². ഓക്കെ ആണേ. a-ib എന്ന് പറയുന്നത് z ബാർ ആണ്. നമുക്കറിയാം മോഡ് z എന്ന് പറയുന്നത് √a² + b² ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഈ റൂട്ട് ഇപ്പുറം വന്നാൽ എന്താവും, മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + b² ആവും അല്ലെ. അപ്പൊ ഈ a² + b² പകരം എനിക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, മോഡ് z സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലെ, മോഡ് z സ്ക്വയർ. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ. z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ. ഒരു എക്സാമ്പിൾ നോക്കാം, പെട്ടെന്ന് പറഞ്ഞു പോവാം, ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ z = 2 + 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിച്ചോളൂ. z ബാർ എന്ന് പറഞ്ഞാൽ എന്താവും, 2 - 3i ആവും. മോഡ് z എന്ന് പറഞ്ഞാൽ √2² + 3², √4 + 9, √13. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇത് മോഡ് z ആണ്. നമുക്ക് ഫോർമുലയിൽ ആവശ്യം മോഡ് z സ്ക്വയർ ആണ്. അപ്പൊ മോഡ് z സ്ക്വയർ ആണ് ആവശ്യം. സോ റൂട്ട് ഇപ്പുറം എടുത്താൽ എന്തായി, സ്ക്വയർ ആയി. റൂട്ട് ഇപ്പുറം എടുത്താൽ മോഡ് z സ്ക്വയർ എന്ത് കിട്ടും, 13 അല്ലെ. മോഡ് z സ്ക്വയർ എന്ത് കിട്ടും, 13. ആവശ്യമുള്ള രണ്ടുപേരായല്ലോ, z ബാറുമായി മോഡ് z സ്ക്വയറുമായി. ഇനി നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയുന്നത് z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ ആണ്. z ബാർ എന്ന് പറയുന്നത് 2 - 3i ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ 13 അല്ലെ. 2 - 3i ഡിവൈഡഡ് ബൈ 13 ആണ് z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ഒരു ബേസിക് ഐഡിയ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് പഠിച്ചു, ആർഗ്യുമെന്റ് പഠിച്ചു, കോൺജുഗേറ്റ് പഠിച്ചു, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പഠിച്ചു, കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പഠിച്ചു, റിയൽ പാർട്ട് പഠിച്ചു, ഇമാജിനറി പാർട്ട് പഠിച്ചു, അയോട്ട പഠിച്ചു, അയോട്ടയുടെ സ്ക്വയർ എന്താണെന്നുള്ളത് പഠിച്ചു. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം മനസ്സിൽ. അടുത്ത വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫോം നമുക്ക് ഇനി അങ്ങോട്ട് മുന്നിലോട്ട് പോകുമ്പോഴും ആവശ്യം വരുന്ന ഒരു ഐഡിയ ആണ് പോളാർ ഫോം എന്ന് പറയുന്നത്. ഇനി ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളും ഇപ്പൊ കോച്ചി റൈമാൻ ഇക്വേഷൻ പഠിക്കും, അതിന്റെ പോളാർ ഫോം പഠിക്കും. അപ്പൊ എന്താണ് പോളാർ ഫോം, പോളാർ ഫോമിനകത്ത് വരുന്ന ടേംസ് എന്താണ്, ഇനി അങ്ങോട്ട് നമുക്ക് നല്ല രീതിയിൽ ആവശ്യം വരുന്ന സാധനമാണ്. ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. പോളാർ ഫോമിന്റെ നൊട്ടേഷൻസ്, ഇറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് നൊട്ടേഷൻസ്. ഒരു എക്സാമിന് R എന്ന് പറയുന്ന ഒരു സാധനം തരാണ്, സ്മോൾ ലെറ്റർ R. ഒരിക്കലും അവർ പറയത്തില്ല പോളാർ ഫോമിനകത്ത് R എന്ന് പറയുന്നത് മോഡുലസ് ആണ്. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല. R എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ്, അങ്ങനെ പഠിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ആണ്. ഈ നൊട്ടേഷൻ എല്ലാം അക്സെപ്റ്റഡ് നൊട്ടേഷൻസ് ആണ്. ഈ നൊട്ടേഷൻ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ വരും. നൊട്ടേഷന്റെ എക്സ്പ്ലനേഷൻ അവർ തരണമെന്നില്ല. ഓക്കെ, സോ പോളാർ ഫോം എന്ന് പറയുന്നത്
നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ഐ ബി ആണ് അല്ലെ. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഇനിയാണ് പോളാർ ഫോം, ചുരുക്കി നമുക്ക് വേണമെങ്കിൽ പി എഫ് എന്ന് വിളിക്കാം. പോളാർ ഫോം എന്ന് പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം. ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ നിങ്ങൾ പറയണം വാട്ട് ഈസ് ദ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. Z is equal to R into cos theta plus I sin theta is called polar form of a complex number. അങ്ങനെ അവിടെ തീറ്റ എന്താണെന്ന് ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല. തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ് Z ആണ്. ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് B by A. tan ഇൻവേഴ്സ് B by A. R എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ആണ്. മോഡുലസ് ഓഫ് ഇസഡ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇപ്പം ഇനിയിപ്പോ നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആർ ഉണ്ടെങ്കിൽ ആറ് മോഡുലസ് ഓഫ് ഇസഡ് ആണെന്ന് അവർ ഒരിക്കലും പറയത്തില്ല. ആറ് നൊട്ടേഷൻ അക്സെപ്റ്റഡ് ആണ്. ആർ എന്ന് പറയുന്നത് എന്താ? മോഡുലസ് ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആണേ. ഇപ്പൊ ഒരു പോളാർ ഫോം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആറും തീറ്റയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പോളാർ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പോളാർ ഫോമിന്റെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ നമുക്ക് ഈ പോളാർ ഫോമിനെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓയിലർ ഇക്വേഷൻ. അതും അടിപൊളിയായിട്ട് പഠിച്ചോണം, നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ്. ഓയിലർ ഇക്വേഷൻ EULER, ഊളർന്ന് വായിക്കരുത്, വായിക്കേണ്ടത് ഓയിലർ എന്നാണ്, എഴുതുന്നത് EULER എന്നാണ്. ഓയിലർ ഇക്വേഷൻ അനുസരിച്ച് എന്താണ് ഓയിലർ ഇക്വേഷൻ? ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. പിന്നെ ഡി മോർവിയസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്, നമുക്ക് പിന്നീട് ആവശ്യം വരും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, MCQ എന്ന സമയത്ത് മതി. ഓയിലർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ പോളാർ ഫോമിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി എന്ത് കൊടുക്കാം? ഇ റൈസ് ടു ഐ തീറ്റ കൊടുക്കാം. ശരിയാണല്ലോ? ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇ റൈസ് ടു ഐ തീറ്റ കൊടുക്കാം. Therefore Z is equal to എങ്ങനെ എഴുതും? R into cos തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം ഇ റൈസ് ടു ഐ തീറ്റ. Z is equal to R into ഇ റൈസ് ടു ഐ തീറ്റ. ഇത് പോളാർ ഫോമിന്റെ മറ്റൊരു റെപ്രസെന്റേഷൻ ആണ്. ഈ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേര് എക്സ്പോണൻഷ്യൽ ഫോം എന്നാണ്. എന്താണ്? എക്സ്പോണൻഷ്യൽ ഫോം. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ദിസ് ഈസ് കോൾഡ് പോളാർ ഫോം, ദിസ് ഈസ് കോൾഡ് എക്സ്പോണൻഷ്യൽ ഫോം, ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഓയിലർ ഇക്വേഷൻ. പോളാർ ഫോമിൽ ഓയിലർ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് എക്സ്പോണൻഷ്യൽ ഫോം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയിരിക്കണം മനസ്സിൽ. Z is equal to R into cos theta plus I sin theta. അവിടെ R എന്ന് പറയുന്നത് മോഡുലസ് അഥവാ മാഗ്നിറ്റ്യൂഡ് ആണ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആണ്, ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് B by A. തീറ്റ അഥവാ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഓടി കടന്നു പോകണം. ക്വാഡ്രന്റ് അനാലിസിസ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നേരിട്ട് തീറ്റ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ മൈനസ് തീറ്റ ഡാഷ്, തേർഡ് ക്വാഡ്രന്റ് ആണ് തീറ്റ ഡാഷ് മൈനസ് പൈ, ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ മൈനസ് തീറ്റ ഡാഷ്. ഓക്കെ, ഇനി നമ്മുടെ ഓയിലറിന്റെ ഇക്വേഷൻ ആണ്. എന്താണ് ഓയിലർ ഇക്വേഷൻ? ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓയിലറിന്റെ ഇക്വേഷൻ ആണ്. ആ ഓയിലറിന്റെ ഇക്വേഷൻ പോളാർ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ കിട്ടും. ദാറ്റ് ഈസ് Z is equal to R into e raised to I theta, where R is the magnitude or modulus and theta is the tan inverse B by A, or it is called argument. Okay, അപ്പൊ എന്താണ് പോളാർ ഫോം? അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ടും ബേസ്. ഇനി ബേസ് കൺസെപ്റ്റ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ ഈ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ അവർ ബേസ് പറഞ്ഞാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ബേസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇത് പ്രധാനമായിട്ട് യൂസ് വരുന്നത് കൺഫോർമൽ മാപ്പിംഗ് പഠിക്കുമ്പോഴാണ് കേട്ടോ. കൺഫോർമൽ മാപ്പിംഗ് പഠിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഉപയോഗം കൂടുതൽ വരിക. പക്ഷെ ദിസ് ഈസ് കമ്മിങ് അണ്ടർ ബേസ് കൺസെപ്റ്റ്സ്.
നമുക്കറിയാം ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ്. ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ഐ ബി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ എന്താണ് വരിക? ലെഫ്റ്റ് സൈഡ് കൂട്ടാം ഇസഡ് പ്ലസ് ഇസഡ് ബാർ, റൈറ്റ് സൈഡ് കൂട്ടാം എയും എയും കൂടെ കൂട്ടിയാൽ 2a പ്ലസ് ഐ ബിയും മൈനസ് ഐ ബിയും ക്യാൻസൽ ഔട്ട് ആവും. അവിടുന്ന് എ എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2. എ ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2, വേർ എ ഇസ് കോൾഡ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് അല്ലെ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് എന്ത്? എ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാലോ. ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് അല്ലെ, ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് എ എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്, ബി എന്ന് പറയുന്നതാണ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. അപ്പൊ എക്ക് പകരം എന്ത് കൊടുക്കാം? റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണേ? ക്ലിയർ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 ആണ്. ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 ഇതിന്റെ ഉപയോഗം വളരെ വലുതാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും എഴുതാം, ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ നമ്പർ 1 നിന്നും ഇക്വേഷൻ നമ്പർ 2 നമ്മൾ മൈനസ് ചെയ്താൽ 1 മൈനസ് 2 എന്നാണ് വരിക. ഇസഡ് മൈനസ് ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു എ എന്ന് എ പോയാൽ 0 ആണ്. ഐ ബി എന്ന് മൈനസ് ഐ ബി പോയാൽ ഐ ബി മൈനസ് മൈനസ് ഐ ബി എന്ന് വരും അല്ലെ. അതായത് ഇസഡ് മൈനസ് ഇസഡ് ബാർ എന്ന് പറയുന്നത് 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. ഐ ബി കൂടെ കൂട്ടിയാലോ 2ib. ഓക്കെ, അവിടുന്ന് ബി എന്ത് കിട്ടും? ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i അല്ലെ. ഇസഡ് മൈനസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2i. ഇവിടെ താഴെ ഒരു ഐ ഉള്ള കാര്യം മറന്നു പോകരുത്, മറന്നു പോവുകയോ ചെയ്യരുത്. ബി എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i. 2i മൊത്തത്തിലാണ് താഴോട്ട് വരുന്നത്. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടി, അതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i. അതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2. ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2. ഇമാജിനറി പാർട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ടാണ് അല്ലെ. ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. സോ ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2i. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2i. ഓക്കെ, അപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് മൈനസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2i. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 എന്ന് എഴുതാം. ഇമാജിനറി പാർട്ടിനെ നമുക്ക് ഇസഡ് മൈനസ് ഇസഡ് ബാർ ബൈ 2i എന്ന് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നുള്ള കോംപ്ലക്സ് നമ്പർ. ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണ്, പ്ലസ് ഐ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആണ്. ശരിയാണല്ലോ? ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് അപ്പൊ എങ്ങനെ മോഡിഫൈ ചെയ്യാം? ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡിന് പകരം ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡിന് പകരം ഇസഡ് മൈനസ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ 2i. ഐയും വെട്ടാം. ഇസഡ് പ്ലസ് ഇസഡ് ബാർ പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് ബാറിൽ ഇസഡ് ബാർ വെട്ടാം. 2 ഇസഡ് വരും ബൈ 2 വെട്ടിയാൽ ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ്. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോഴും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സെറ്റ് അല്ലേ? യെസ്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഡിഫറൻസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് -2 + 3i ആൻഡ് 2 - 3i. ഓക്കെ, അപ്പൊ ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിന് Z1 എന്ന് എടുക്കുകയാണ്, -2 + 3i. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിന് Z2 എന്ന് എടുക്കുകയാണ്, 2 - 3i അല്ലെ. 2 - 3i.
2 minus 3i. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യമേ നമുക്ക് സം കണ്ടുപിടിക്കാം. സം z1 plus z2. z1 plus z2 is equal to എന്ത് വരും? -2 plus 3i plus 2 minus 3i. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? പ്ലസ് 3iയും മൈനസ് 3iയും വെട്ടാം, -2 പ്ലസ് 2 വെട്ടാം. ആൻസർ എന്തായി? 0. ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലെ? ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? ഡിഫറൻസ്. ഡിഫറൻസ് എടുത്ത് നോക്കാം. z1 മൈനസ് z2 is equal to z1 എന്ന് പറയുന്നത് -2 പ്ലസ് 3i ആണ്. മൈനസിന് ശേഷം ഒന്നിൽ കൂടുതൽ ടേംസ് വരുമ്പോൾ എന്തെടുക്കാം? ബ്രാക്കറ്റ് ഇടണം അല്ലെ? z2 എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് 3i. 2 മൈനസ് 3i. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? -2 പ്ലസ് 3i -2 രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് 3i. ശരിയാണല്ലോ? അപ്പൊ നമുക്ക് -2 ചേർന്ന് -4 ആവും. 3iയും 3iയും കൂടെ കൂട്ടി 6i വരും അല്ലെ? -4 പ്ലസ് 6i. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്ത് നോക്കാം? ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്താണ് വരിക എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? z1 ഇൻറ്റു z2 ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, z1 എന്ന് പറയുന്നത് എന്താണ്? -2 പ്ലസ് 3i. പ്രാക്ടീസിന് വേണ്ടി ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. -2 പ്ലസ് 3i ഇൻറ്റു z2 എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് 3i. 2 മൈനസ് 3i. യെസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -2 ഇൻറ്റു 2 -4 -2 ഇൻറ്റു -3i പ്ലസ് 6i പ്ലസ് 2 ഇൻറ്റു 3i എന്ന് പറയുമ്പോൾ എന്ത് വരും? 6i പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ്, 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9, i ഇൻറ്റു i എന്ന് പറഞ്ഞാൽ എന്താണ്? i സ്ക്വയർ. i ഇൻറ്റു i എന്ന് പറയുന്നത് എന്താണ്? i സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -4. 6iയും 6iയും കൂടെ കൂട്ടിയാൽ 12i മൈനസ് 9. i സ്ക്വയർ എത്ര ആണെന്ന് അറിയാം നമുക്ക്? -1 ആണെന്ന് അറിയാം. i സ്ക്വയറിന്റെ പ്ലേസിലോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? -4 പ്ലസ് 12i, രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് 9 ആവും. യെസ്, സോ 9 മൈനസ് 4 പ്ലസ് 12i എന്ന് വരും അല്ലെ? അതായത് 5 പ്ലസ് 12i ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്. സോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇവിടെ തന്നെ ആൻസർ എഴുതി പോവാം. ഓക്കെ, കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. എന്താണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്? i ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക എന്ന് പറയുന്നതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. -2 പ്ലസ് 3iയുടെ കോൺജുഗേറ്റ് എന്ത് വരും? -2 മൈനസ് 3i. സംശയമില്ലല്ലോ. i ഉള്ള ആളുടെ സൈൻ മാറ്റുക. 2 മൈനസ് 7iയുടെ കോൺജുഗേറ്റ് എന്ത് വരും? 2 പ്ലസ് 7i. ഇനി വേണ്ട, -5ന്റെ കോൺജുഗേറ്റ് എന്ത് തന്നെയാണ്? -5 തന്നെയാണ്. അവിടെ i ഇല്ലല്ലോടാ സൈൻ മാറ്റാൻ. അടുത്ത -7iയുടെ കോൺജുഗേറ്റ് എന്ത് വരും? +7i. -7iയുടെ കോൺജുഗേറ്റ് +7i. ഓക്കെ ആണ്. 4 ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആണോ? -2 പ്ലസ് 3iയുടെ കോൺജുഗേറ്റ് -2 മൈനസ് 3i. i ഉള്ള ടേമിന്റെ സൈൻ മാറ്റിയാൽ മതി. 2 മൈനസ് 7iയുടെ കോൺജുഗേറ്റ് 2 പ്ലസ് 7i. -5ന്റെ കോൺജുഗേറ്റ് -5 തന്നെ. റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് ഈസ് റിയൽ നമ്പർ ഇറ്റ്സെൽഫ്. -7iയുടെ കോൺജുഗേറ്റ് എന്ത് വരും? +7i. ഓക്കെ, 4 ക്വസ്റ്റ്യൻ. അടിപൊളി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓവറായി. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 7 മൈനസ് 3i. 7 മൈനസ് 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. z is equal to 7 minus 3i. Multiplicative inverse of z is equal to z bar divided by mod z square. ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നതിന്റെ ഫോർമുല അറിയാലോ? z bar divided by
മോഡ് സെഡ് സ്ക്വയർ ആണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റ്സ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ് അതിൽ 3-4 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത്. ഇതൊന്നും എക്സാമിന് വരാൻ തീരെ സാധ്യതയില്ല, അഥവാ വരത്തില്ല. കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. പക്ഷേ നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കൺസെപ്റ്റ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അന്നേരം ഇത് അറിയത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് ഓൾറെഡി നമ്മൾ +2 പഠിച്ചാൽ +1 പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z എന്ന് പറയുന്നത് Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z സ്ക്വയർ. Z എന്ന് പറയുന്നത് 7 - 3i ആണ്. Z ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 + 3i. i ഉള്ള ടേമിന്റെ സൈൻ മാറ്റം. ഓക്കെ, മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? √7² + -3² a² + b² അല്ലേ? 49 പ്ലസ് എന്താണ് 9. 7 7 49 3 9 എന്ത് വരും? 9 9 18 8 ശിഷ്ടം 1 4 1 5 √58. ശരിയാണല്ലോ. മോഡ് Z എന്ന് പറയുന്നത് എന്താണ്? √58. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇപ്പൊ എന്താണ് വരിക? Z ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? Z ബാർ എന്ന് പറഞ്ഞാൽ 7 + 3i ഡിവൈഡഡ് ബൈ മോഡ് Z എന്ന് പറഞ്ഞാൽ √58. മോഡ് Z സ്ക്വയർ ഉണ്ട്, √58 സ്ക്വയർ കൊടുക്കുക. സോ ദാറ്റ് ഈസ് 7 + 3i ഡിവൈഡഡ് ബൈ, ഇവിടെ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയാൽ 58 വരും. സ്പ്ലിറ്റ് ചെയ്താൽ 7/58 + 3/58 i എന്ന് വരും ആൻസർ. ശരിയല്ലേ? 7/58 + 3/58 i എന്ന് വരും ആൻസർ. ഇതാണ് നമ്മുടെ 7 - 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഒന്നുകൂടെ പറയാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z സ്ക്വയർ ആണ്. Z എന്ന് പറയുന്നത് 7 - 3i. Z ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് 7 - 3യുടെ കോൺജുഗേറ്റ് എന്താണ്? 7 + 3i. മോഡ് Z എന്ന് പറഞ്ഞാൽ √a² + b², √7² + -3യുടെ സ്ക്വയർ, √7 7 49 3 9 49 9 കൂടെ കൂട്ടി 58. √58 ആണ് മോഡ് Z. ഈ മോഡ് Z സ്ഥലത്തോട്ട് √58 കൊടുക്കണം. ഫോർമുലയിൽ മോഡ് Z സ്ക്വയർ ഉണ്ട്, അപ്പോൾ √58 സ്ക്വയർ കൊടുക്കണം. സ്ക്വയറും റൂട്ടും ക്യാൻസൽ 58. a + b/c ആണെങ്കിൽ a/c + b/c എന്ന് എഴുതാം. അപ്പൊ 7/58 + 3/58i. ഇതാണ് നമ്മുടെ a + ib ഫോം എന്ന് പറയുന്നത്. ക്ലിയർ? റിയൽ പാർട്ട് 7/58, ഇമാജിനറി പാർട്ട് 3/58. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂവിങ് ഓൺ ടു ദ 4th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പോളാർ ഫോം എന്ന് പറയുന്നത് അല്ലെ? പോളാർ ഫോം എന്ന് പറയുന്നത് ഓഫ് ദ കോംപ്ലക്സ് നമ്പേഴ്സ്. ആദ്യമത്തെ എന്താണ്? -1 + 3i. പോളാർ ഫോം കണ്ടുപിടിക്കാനാണ് ചോദ്യം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? യെസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ ആരാണ്? അതിലെ ക്വസ്റ്റ്യന്റെ എ പാർട്ട് ആയിട്ട് എടുക്കാം. Z is equal to -1 + 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. നമുക്ക് നോക്കിയേക്കാം. -1 + 3i അല്ലെ? -1 + 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ പോളാർ ഫോം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആദ്യമേ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോളാർ ഫോം ഒന്ന് എഴുതിയിടാം. പോളാർ ഫോം എന്താണ്? Z is equal to r × cos θ + i sin θയെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളാർ ഫോം അല്ലെ? Z is equal to r × cos θ + i sin θയെ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം. അപ്പൊ r ആദ്യമേ കണ്ടുപിടിച്ചേക്കാം. ഇതിനെ a + ib ആയിട്ട് താരതമ്യപ്പെടുത്തി എയും ബിയും ഒന്ന് എഴുതി വെച്ചോളൂ. a എന്ന് പറയുന്നത് -1, b എന്ന് പറയുന്നത് 3. ശരിയല്ലേ? a എന്ന് പറയുന്നത് -1, b എന്ന് പറയുന്നത് എത്രയാണ്? 3. ഓക്കെ, r is equal to മോഡ് Z ആണെന്നറിയാം. That is √a² + b², √-1ന്റെ സ്ക്വയർ + 3², √1 + 9 √10. ക്ലിയർ ആണല്ലോ? √10 ആണ് എന്തെന്ന് പറയുന്നത്? r അഥവാ മോഡ് Z എന്ന് പറയുന്നത്. ഇനി നോക്ക്, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റ് ഓഫ് Z ആണ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? tan 1
ബി ബൈ എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഓക്കെ, ഇനി ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ടാൻ ഇൻവേഴ്സ് നമുക്ക് റിയൽ തീറ്റ ആണോ അല്ലേ എന്നുള്ളത് ആദ്യമേ ഒന്ന് കൺഫേം ചെയ്യാം. റിയൽ തീറ്റ ആണോ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് നേരിട്ട് റിയൽ തീറ്റ ആണെന്ന് അറിയാം. ബാക്കിയുള്ള ക്വാഡ്രന്റുകളിലാണ് നമ്മൾ ഡമ്മി തീറ്റ നോക്കേണ്ടത്. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ ഈ ഒരു കോംപ്ലക്സ് നമ്പർ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം എ കോമ ബി കോർഡിനേറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ -1,3. അപ്പൊ -1 ഏകദേശം ഇവിടെ വരും, 3 ഏകദേശം ഇവിടെ വരും. അപ്പൊ -1,3 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക അല്ലെ. -1,3 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിലാണ് നേരിട്ട് തീറ്റ എഴുതുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ മൈനസ് തീറ്റ ഡാഷ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമുക്ക് തീറ്റ ഡാഷ് വേണ്ടി വരും, അഥവാ ഡമ്മി തീറ്റ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. ഡമ്മി തീറ്റ കണ്ടുപിടിക്കേണ്ടി വരും. ഡമ്മി തീറ്റ വേണ്ട കേസുകളിൽ നമ്മൾ ഇവിടെ ഒരു മോഡുലസ് യൂസ് ചെയ്യണം. ഓക്കെ, ഡമ്മി തീറ്റ കണ്ടുപിടിക്കേണ്ട കേസുകളിൽ മോഡുലസ് ഓഫ് ബി ബൈ എ എടുക്കുക. സോ ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് ബി വാല്യൂ എന്ന് പറയുന്നത് 3 ബൈ എ വാല്യൂ -1. ടാൻ ഇൻവേഴ്സ് ആൻസർ എന്ത് വരും? 3 ബൈ -1 എന്ന് പറഞ്ഞാൽ -3 ആണ്. ആ -3ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. ക്ലിയർ ആണോ? യെസ്. സോ ഇനിയിപ്പോ നമുക്ക് ഒരിക്കലും നേരിട്ട് അങ്ങോട്ട് ഇത് തീറ്റയായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. അത് ആക്ച്വലി ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് ബി ബൈ എ എന്ന് പറയുന്ന ആൾ എന്താണ്? തീറ്റ ഡാഷ് ആണ് അല്ലെ. തീറ്റ ഡാഷ് ആണ് ഇതെന്ന് പറയുന്നത്. തീറ്റ ഡാഷ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട. തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തന്നെ എഴുതിയാൽ മതി. തീറ്റ ഡാഷ് ഡമ്മി തീറ്റയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മോഡുലസ് എടുത്താൽ അത് ഡമ്മി തീറ്റയാണ്. ഇനി ശരിക്കുള്ള തീറ്റ കണ്ടുപിടിക്കണമെങ്കിലോ പൈയിൽ നിന്ന് തീറ്റ ഡാഷ് കുറയ്ക്കണം. പൈ മൈനസ് തീറ്റ ഡാഷ്, അതായത് പൈ മൈനസ് തീറ്റ ഡാഷ് ആരാണ്? ടാൻ ഇൻവേഴ്സ് 3യുടെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ ടാൻ ഇൻവേഴ്സ് 3 എന്ന് തന്നെ കൊടുത്താൽ മതി. പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 3 ആണ് തീറ്റ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ പോളാർ ഫോം എന്ന് പറയുമ്പോൾ ആറിന്റെയും തീറ്റയുടെയും വാല്യൂ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. therefore z is equal to r into r എന്ന് പറഞ്ഞാൽ √10 into cos തീറ്റ എന്ന് പറയുന്നത് എന്താണ്? പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 3 പ്ലസ് i into സൈൻ ഓഫ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 3. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. കോസ് ഓഫ് പൈ മൈനസ് തീറ്റയുടെ റിസൾട്ട് ഉപയോഗിക്കാം, സൈൻ ഓഫ് പൈ മൈനസ് തീറ്റയുടെ റിസൾട്ട് ഉപയോഗിക്കാം. ഫർദർ സിംപ്ലിഫിക്കേഷൻ ഞാൻ മുതിരുന്നില്ല, ഇവിടം വരെ എഴുതി കൺഫേം ചെയ്യണം, ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം പോളാർ ഫോം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് പോളാർ ഫോം, നമുക്കത് നോക്കാം. സോ അപ്പൊ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നമ്മൾ ചെയ്തു, -1 + 3i പോളാർ ഫോം കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -1 - i പോളാർ ഫോം വേണം അല്ലെ. -1 - i പോളാർ ഫോം വേണം. ശ്രദ്ധിക്കണേ, നാലാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് z is equal to -1 - i പോളാർ ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഉടനെ തന്നെ a + ib യുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക. സോ ദാറ്റ് ഇംപ്ലൈസ് a is equal to -1, b is equal to -1. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റും കൂടെ എഴുതി വെക്കാം. -1, -1 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്. ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? -1, -1 എന്ന് പറഞ്ഞാൽ x -1 y -1. അപ്പൊ ഇവിടെ -1, -1 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആണ് വരിക അല്ലെ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ആദ്യമേ തീറ്റയാണ്, രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ മൈനസ് തീറ്റ ഡാഷ് ആണ് തീറ്റ, മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഡാഷ് മൈനസ് പൈ ആണ് അല്ലെ, നാലാമത്തെ ക്വാഡ്രന്റ് ആണെങ്കിൽ മൈനസ് തീറ്റ ഡാഷ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഡാഷ് മൈനസ് പൈ. തീറ്റ ഡാഷ് മൈനസ് പൈ. ഓക്കെ, അപ്പൊ നമുക്ക് പോളാർ ഫോമിന്റെ ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാം. വാട്ട് ഈസ് പോളാർ ഫോം? ഇറ്റ് ഈസ് ഈക്വൽ ടു r into cos തീറ്റ പ്ലസ് i sin തീറ്റ എന്ന് പറയുന്നതാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. അവിടെ r എന്ന് പറയുന്നത് എന്താണ്? മോഡ് z, that is root of a square plus b square root of
എ എന്ന് പറയുന്നത് -1 അതിന്റെ സ്ക്വയർ, ബി എന്ന് പറയുന്നത് -1 അതിന്റെ സ്ക്വയർ, -1ന്റെ സ്ക്വയർ 1, പിന്നെ -1ന്റെ സ്ക്വയർ 1, 1ഉം 1ഉം കൂട്ടി 2. സോ ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? √2 കിട്ടി. ഇനി തീറ്റ അഥവാ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് ബി ബൈ എ നെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. അതായത് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പൊ നമുക്ക് തീറ്റ ഡാഷിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് അടുത്ത ആലോചിക്കുക. തീറ്റ ഡാഷിലേക്ക് എന്തായാലും പോകേണ്ടി വരും, ശരിയല്ലേ? തേർഡ് ക്വാഡ്രന്റ് ആണ്, തീറ്റ ഡാഷ് വേണം. തീറ്റ ഡാഷ് എന്താണ്? ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് ബി ബൈ എ ആണ് തീറ്റ ഡാഷ്. ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് ബി ബൈ എ, അതായത് -1 ബൈ -1. ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് -1 ബൈ -1 എന്ന് പറഞ്ഞാൽ 1. മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് 1. ടാനിന് ഏത് ആംഗിൾ ആണ് 1 വരിക? 45 ഡിഗ്രി, അഥവാ π/4 ആണ് 1 വരിക, അല്ലെ? ടാൻ 45 ആണ് 1 എന്ന് പറയുന്നത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/4 ആണ്. അപ്പൊ നമുക്ക് തീറ്റ അഥവാ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് കിട്ടി. എന്താണ്? π/4. തീറ്റ ഡാഷ് ആണ് കിട്ടിയത് കേട്ടോ. തീറ്റ അഥവാ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഡാഷ് മൈനസ് പൈ ആണ്. ദാറ്റ് ഈസ് തീറ്റ ഡാഷ് എന്താണ്? π/4 മൈനസ് പൈ. π/4 മൈനസ് പൈ ആണ് നമ്മുടെ ശരിക്കുള്ള തീറ്റ. ഓക്കെ, സോ ക്രോസ് ചെയ്യുക. പൈ മൈനസ് 4π ഡിവൈഡഡ് ബൈ 4. പൈ എന്ന് 4π പോയാൽ -3π ഡിവൈഡഡ് ബൈ 4, അല്ലെ? -3π/4 ആണ് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ലാസ്റ്റ് ഫൈനൽ പോളാർ ഫോം എഴുതാലോ. Therefore പോളാർ ഫോം എന്ന് പറയുന്നത് എന്താണ്? r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i ഇൻറ്റു സൈൻ തീറ്റ ആണ് പോളാർ ഫോം. സോ ആറിന്റെ പ്ലേസിലോട്ട് എന്ത് കൊടുക്കാം? √2 ഇൻറ്റു കോസ് തീറ്റയുടെ പ്ലേസിലോട്ട് -3π/4 പ്ലസ് i ഇൻറ്റു സൈൻ -3π/4. ഇതാണ് നമ്മുടെ പോളാർ ഫോം. ഓക്കെ, സോ √2 ഇൻറ്റു കോസ് -3π/4 പ്ലസ് i ഇൻറ്റു സൈൻ -3π/4. സൈൻ -3π/4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോളാർ ഫോം സെറ്റ് അല്ലേ? ഒന്നുകൂടെ വൃത്തിയായിട്ടൊന്ന് എഴുതിട്ടേക്കാം. ഫൈനൽ ആൻസർ പോളാർ ഫോം ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു കോസ് -3π/4 പ്ലസ് i ഇൻറ്റു സൈൻ -3π/4. ഇതാണ് നമ്മുടെ പോളാർ ഫോം. കോസ് -3π/4 പ്ലസ് i ഇൻറ്റു സൈൻ -3π/4. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അന്നേരം കിടന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ടി വരരുത്. അതുകൊണ്ട് ബേസ് ആയിട്ടുള്ള ലോജിക്ക് നല്ല സ്ട്രെങ്ത് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതെല്ലാം അണ്ടർ ബേസ് കൺസെപ്റ്റ്സിൽ വരുന്നതാണ്. യെസ്, ഇത് നിങ്ങളുടെ ഇതിനു വേണ്ടി കുറച്ച് ടെക്സ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ട്. നമ്മൾ കോംപ്ലക്സ് അനാലിസിസിന്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഉണ്ട്. അതിനകത്തുനിന്ന് തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ ഈ റിസർച്ച് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്കെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം അങ്ങനെയുള്ള ടെക്സ്റ്റുകളിൽ നിന്നാണ് ഇടുന്നത്. അതിലെ ബേസിൽ തന്നെ ഞാൻ അവിടുന്ന് തന്നെ ഫോട്ടോ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് അവർ ബേസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 5 എണ്ണം നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. നെക്സ്റ്റ്, ഫൈൻഡ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഓക്കെ, ഇത് പിന്നീട് അങ്ങോട്ട് നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ്. ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും വലിയ രീതിയിലില്ല. പക്ഷേ നമ്മൾ സെറ്റ് എക്സാം പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ടോപ്പിക്കിൽ നിന്ന്, അതായത് ഈ പറയുന്ന കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന്റെ നൊട്ടേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് ബേസിന്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കാനാണ് അത് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ബേസിന്റെ ഭാഗമായിട്ട് തന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ഒരു അടിസ്ഥാന ധാരണയും ഉണ്ടായിരിക്കണം. അപ്പം അതും കൂടെ കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ബേസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ആവുന്നത് കോംപ്ലക്സ് അനാലിസിസ്. അതിനുശേഷമാണ് നമ്മൾ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കയറുന്നത്. ഓക്കെ, കോംപ്ലക്സ് ഫംഗ്ഷൻസിലേക്കൊക്കെ കയറുന്നത് അതിനുശേഷമാണ്. പിന്നെ നമ്മൾ എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ, എന്താണ് കോച്ചി റൈമാൻ ഇക്വേഷൻ, എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ, എന്താണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയും കൂടെ നമുക്ക് നോക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ആവും. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി
യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? 1നെ വിളിക്കുന്ന പേരാണ് യൂണിറ്റി. 1ന്റെ ക്യൂബ് റൂട്ടുകൾ, 1ന്റെ ക്യൂബ് റൂട്ടുകൾ ആരൊക്കെയാണ്? ഒരു ക്യൂബ് റൂട്ട് 1 തന്നെയാണെന്ന് അറിയാം. പക്ഷെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ അതൊരു ക്യൂബിക്കൽ ഇക്വേഷൻ, അതായത് നമുക്ക് വേണ്ടത് എന്തുവാ? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് അല്ലെ? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി 1ന്റെ ക്യൂബ് റൂട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് എനി നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദാറ്റ് നമ്പർ റൈസ് ടു 1/3. Square root of any number can be written as that number raised to half, 1/2. Cube root of any number can be written as that number raised to 1/3. Fourth root ആണെങ്കിൽ number raised to 1/4. അങ്ങനെ എഴുതാൻ പറ്റും, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാം? 1/3 ഒഴിവാക്കാനായിട്ട് ടേക്കിംഗ് ക്യൂബ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ക്യൂബ് എടുക്കുന്നു. ഇവിടെ 3 പോവും. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. ഇതിന്റെ റൂട്ട്സ് ആണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ? 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഇതിന്റെ എക്സിന് വരുന്ന വാല്യൂസ് ആണ്. എക്സ് ക്യൂബ് ഈ 1 കൂടി ഇപ്പുറം എടുക്കാം. -1 is equal to 0. 1നെ വേണമെങ്കിൽ നമുക്ക് എന്തിടാം? 1 ക്യൂബ് എന്ന് വിളിക്കാം അല്ലെ? ഇനി നമുക്കറിയാവുന്ന ഒരു മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ ബി, എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എ 0 ആവണം, അല്ലെങ്കിൽ ബി 0 ആവണം. അതായത് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന എക്സ് മൈനസ് 1 0 ആവണം, അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 1. ഒരു ഉത്തരമായി. ഒരു ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന 1 തന്നെയാണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഈ പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0യിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് കോംപ്ലക്സ് റൂട്ട് വരുന്നത്. അതാണ് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ടുള്ള കണക്ഷൻ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് അവിടെ നിന്നാണ് വരുന്നത്. മനസ്സിലാക്കണേ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉപയോഗിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഈസ് 1 മൈനസ് 4ac, 4 into 1 into 4, that is 4 divided by 2a, 2 into 1 2 ആണ് അല്ലെ? സോ എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് -3/2. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് -3 ഒക്കെ വന്ന കഥ പിടികിട്ടിയല്ലോ. 1 4 കുറച്ചാണ് -3, റൂട്ട് 3 മൈനസ് ഉള്ളതുകൊണ്ട് i/2 സ്പ്ലിറ്റ് അപ്പ് ആക്കിയാൽ -1/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3/2i. ഓക്കെ, രണ്ട് റൂട്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി ഇടാണ്. -1/2 പ്ലസ് റൂട്ട് 3i/2 ഒരെണ്ണം, -1/2 മൈനസ് റൂട്ട് 3i ഡിവൈഡഡ് ബൈ 2 അടുത്ത റൂട്ട്. ഇങ്ങനെ രണ്ട് റൂട്ടുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ 3 റൂട്ടുകളായി. ആ 3 റൂട്ടുകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് ചോദിച്ചാൽ ഒരെണ്ണം 1 ആണ് അല്ലെ? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഒന്നിന്റെ ക്യൂബ് റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം 1 ആണ്. അടുത്ത എന്താണ്? -1/2 പ്ലസ് റൂട്ട് 3 അല്ലെങ്കിൽ -1 പ്ലസ് റൂട്ട് 3 ഹോൾ ബൈ 2 ആയി ഇട്ടാലും മതി. ഇങ്ങനെ ഇടാം. -1/2 പ്ലസ് റൂട്ട് 3/2i, പിന്നെ -1/2 മൈനസ് റൂട്ട് 3/2i. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇനി ഈ ഒരു റൂട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ എന്ന് വിളിക്കാം. ഈ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂട്ടിനെ നമുക്ക് ഒമേഗ എന്ന് വിളിക്കാം. ഇനി ഈ ഒമേഗ ജസ്റ്റ് ഒന്ന് സ്ക്വയർ എടുത്ത് നോക്കാം. ഒമേഗ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് സ്ക്വയർ എടുത്ത് നോക്കാം. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? -1/2 പ്ലസ് റൂട്ട് 3/2 ഐയുടെ സ്ക്വയർ. അറിയാലോ, a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലെ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a സ്ക്വയർ എന്ന് പറയുമ്പോൾ -1/2ന്റെ സ്ക്വയർ, 2ab എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു -1/2 ഇൻറ്റു റൂട്ട് 3/2 ഇൻറ്റു i പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 3/2 ഐന്റെ സ്ക്വയർ. -1/2ന്റെ സ്ക്വയർ 1/4, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. പ്ലസും മൈനസും മൈനസ്, റൂട്ട് 3/2 i എന്ന് വരും. ശരിയാണല്ലോ? പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4, ഐയുടെ സ്ക്വയർ -1. സെറ്റ് ആണേ? ഇതൊന്നും ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഫൈനലി വരുന്ന റിസൾട്ട് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. 1/4 മൈനസ് റൂട്ട് 3/2i. ഇവിടെ പ്ലസും മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും.
മൈനസ് 3/4. ഓക്കെ ആണേ, സെറ്റ് ആണല്ലോ. 1/4 മൈനസ് 3/4 ഞാൻ സൈഡിലോട്ട് ഒന്ന് ചെയ്യാണേ. 1/4 മൈനസ് 3/4 എന്ത് വരും? 1 മൈനസ് 3/4 വരും, മൈനസ് 2/4 വരും, കട്ട് ചെയ്താൽ മൈനസ് 1/2 വരും. ശരിയാണല്ലോ. അപ്പൊ 1/4 മൈനസ് 3/4 കൂടെ മൈനസ് 1/2 വരും. ബാക്കി എന്തുണ്ട്? മൈനസ് √3/2 i ഉണ്ട്. ശരിയാണേ. ഈ 1/2 മൈനസ് √3/2 i ആരാടാ നോക്കിക്കേ. 1/2 മൈനസ് √3/2 i ആരാണ് നോക്കിക്കേ. വേണ്ട കിടക്കുന്നു ഇയാളല്ലേ. മൈനസ് 1/2 മൈനസ് √3/2 i ആരാ? സോ ദിസ് റൂട്ട് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗയുടെ സ്ക്വയർ. ഒരു റൂട്ട് ഒമേഗ ആയിട്ട് എടുത്താൽ അതിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് അടുത്ത റൂട്ടാണ്. മൈനസ് 1/2 മൈനസ് √3/2 i, മൈനസ് 1/2 മൈനസ് √3/2 i. ഒരു റൂട്ട് ഒമേഗ ആണ്, അടുത്ത എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ. ഓക്കെ, വാട്ട് ആർ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവായി. ദാറ്റ് ഈസ് 1 ഒമേഗ ഒമേഗ സ്ക്വയർ. 1 ഒമേഗ ഒമേഗ സ്ക്വയർ. ഒമേഗ എന്ന് പറയുന്നത് മൈനസ് 1/2 പ്ലസ് √3/2 i യും ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1/2 മൈനസ് √3/2 i യും ആണ്. സെറ്റ് ആണ്. ഇനി രണ്ട് പോയിന്റ്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഈ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിക്കകത്ത് വരുന്ന ആൾക്കാരുടെ സമ്മ്, അതായത് 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ 1 പ്ലസ് ഒമേഗ ആരാടാ നോക്കിക്കേ. ഒമേഗ എന്ന് പറയുന്നത് മൈനസ് 1/2 പ്ലസ് √3/2 i ആണ്. മൈനസ് 1/2 പ്ലസ് √3/2 i ആണ്. ഒമേഗ സ്ക്വയറോ മൈനസ് 1/2 മൈനസ് √3/2 i ആണ്. ശരിയാണല്ലോ. സോ ഈ പ്ലസ് √3/2 i യും മൈനസ് √3/2 i യും ക്യാൻസൽ ആവും. 1 മൈനസ് 1/2 മൈനസ് 1/2 എന്ന് വരും. 1 മൈനസ് 2/2 എന്ന് വരും. 1 മൈനസ് 1 0. സോ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. വാട്ട് ഈസ് സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയിലുള്ള 3 റൂട്ട്സ് ആണെന്ന് അറിയാം. 3 റൂട്ട്സ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു റിസൾട്ടായി 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 0. 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ബോക്സിൽ കിടക്കുന്ന ആളെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ത് വരും? ഇനി എവിടെയെങ്കിലും ഒമേഗ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിലൊക്കെ, MCQ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ MCQ കാണുമ്പോൾ ഈ ഒമേഗ ഇത് എവിടെ ഇത് എന്ത് എന്നൊന്നും പറയരുത്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് എന്തെന്ന് പറയുന്നത് ഒമേഗ. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിക്കകത്ത് ആൾക്കാരെ തമ്മിൽ ഗുണിക്കുക. 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ. നമ്മൾ മെയിൻ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉപയോഗം വരില്ല. പക്ഷേ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് ഇതിന്റെ ഒരു ലോജിക്കൽ അനാലിസിസ് ഒക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബേസ് കൺസെപ്റ്റ്സിന്റെ ഭാഗമായിട്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കണം, മസ്റ്റാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒമേഗ ക്യൂബ് ആണ് അല്ലെ. ഒമേഗ ക്യൂബ് ആണ്. ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ ക്യൂബ് ആണ്. ഒമേഗ ക്യൂബിന്റെ ആൻസർ നമ്മൾ വന്ന വഴികളിൽ നമുക്ക് കിട്ടും. വന്ന വഴികളിൽ കിട്ടും. നമുക്കറിയാം എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാം ഒമേഗ ഇസ് ദ വൺ ഓഫ് ദ റൂട്ട്. 1 ഒരു റൂട്ടാണ്, ഒമേഗ റൂട്ടാണ്, ഒമേഗ സ്ക്വയറും റൂട്ടാണ്. അതിലെ 3 റൂട്ടുകളിലെ ഒരു റൂട്ടാണല്ലോ ഒമേഗ. റൂട്ട് ഓൾവേസ് സാറ്റിസ്ഫൈസ് ദ മെയിൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ മെയിൻ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. നമുക്ക് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ക്വാഡ്രാറ്റിക് അല്ല, തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷൻ ആയിക്കോട്ടെ, ക്വാഡ്രാറ്റിക് ആയിക്കോട്ടെ, തേർഡ് ഡിഗ്രി ആയിക്കോട്ടെ, 4 ഡിഗ്രി ആയിക്കോട്ടെ, റൂട്ട് ഓൾവേസ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. റൂട്ട് എന്തായാലും ഇക്വേഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ആ റൂട്ട് കൊണ്ട് തിരിച്ചു കൊടുത്താൽ ഇക്വേഷൻ ശരിയായിരിക്കണം. ഒമേഗ റൂട്ടാണ്. അപ്പൊ ഒമേഗ തന്നെ ഈ എക്സിന്റെ സ്ഥാനത്തോട്ട് കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അതായത് ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായേ പറ്റുള്ളൂ? 1 ആയേ പറ്റുള്ളൂ. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ദാറ്റ് ഈസ് ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1. അടുത്തൊരു റിസൾട്ട് ബോക്സ് ചെയ്തിടുക. ഒമേഗ ക്യൂബ് ഈസ് 1. ഒമേഗ ക്യൂബ് ഈസ് 1. ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. സെറ്റ് ആണ്. ഇനി ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 ഒന്ന് ജനറലൈസ് ചെയ്യണം. ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ഒന്ന് ജനറലൈസ് ചെയ്യണം. ഒമേഗ റൈസ് ടു ഇപ്പൊ ഒമേഗ റൈസ് ടു 6 വന്നെന്ന് വിചാരിച്ചോളൂ. ഒമേഗ റൈസ് ടു
6 വന്നു എന്ന് വിചാരിച്ചോളൂ. ഒമേഗ റൈസ് ടു 6 നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരികയാണ്, ഒമേഗ റൈസ് ടു 6 വരികയാണ്. ഒമേഗ ഇസ് ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ പറയും. അതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഒമേഗ ക്യൂബിന്റെ സ്ക്വയർ എന്ന് എഴുതാലോ. ഒമേഗ ക്യൂബ് 1 ആണെന്ന് അറിഞ്ഞാലോ 1ന്റെ സ്ക്വയർ എന്തായി? 1. സെറ്റ് അല്ലേ? അപ്പൊ ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 വന്നു കഴിഞ്ഞാൽ അത് 1 ആണ്. ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഒമേഗ റൈസ് ടു 10 വന്നു, ഒമേഗ റൈസ് ടു 10 വന്നു. ഓക്കെ, എടാ വലിയ പവർ, റൈസ് ടു 10 ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ നോക്കിക്കേ. ഒമേഗ റൈസ് ടു 10നെ ഒമേഗ റൈസ് ടു 9 ഇൻറ്റു ഒമേഗ എന്ന് എഴുതാലോ. ഒമേഗ റൈസ് ടു 9 എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബിന്റെ ക്യൂബ് അല്ലേ, ഇൻറ്റു ഒമേഗ. ഒമേഗ ക്യൂബ് 1 ആണെന്ന് അറിയാലോ. 1 ക്യൂബ് ഇൻറ്റു ഒമേഗ, ആൻസർ എന്തായി? ഒമേഗ. ഇവിടെ ഒമേഗ റൈസ് ടു 10 എന്ത് എളുപ്പമാണ് ഒരു പാവം ഒമേഗ ആയിട്ട് മാറിയത്. അപ്പം ഒരു വലിയ സാധനം ചിന്ന സാധനമാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ആപ്ലിക്കബിൾ സാധനം എന്ന് പറയുന്നതാണ് ഒമേഗ റൈസ് ടു 3n എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒമേഗ റൈസ് ടു 3n, അല്ലെങ്കിൽ ഒമേഗ റൈസ് ടു ഇനി മൾട്ടിപ്പിൾ ഓഫ് 3 എന്നങ്ങ് ജനറലൈസ് ചെയ്ത് എഴുതി വെച്ചാലും കുഴപ്പമില്ല. മൾട്ടിപ്പിൾ ഓഫ് 3 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഓൾവേസ് 1 ആയിരിക്കും. ഇവിടെ n ബിലോങ്സ് ടു 1, 2, 3 എക്സെട്ര. ഓക്കെ, ഒമേഗ റൈസ് ടു 3n അല്ലെങ്കിൽ ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള യൂസ് നമുക്ക് പ്രാധാന്യാർഹിതമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിനകത്ത് വരുന്നത്. ബേസിനകത്ത് വരുന്ന എല്ലാം ഒരു ഓവർവ്യൂ പറയാം. എന്താണ് കോംപ്ലക്സ് നമ്പർ, എന്താണ് അതിന്റെ റിയൽ പാർട്ട്, എന്താണ് ഇമാജിനറി പാർട്ട്, എന്താണ് അയോട്ട എന്ന് പറയുന്നത്, അയോട്ടയുടെ സ്ക്വയർ എന്താണ്, ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1, ഐ ഇസ് ഈക്വൽ ടു √2 - 1, പിന്നെ എന്താണ് പോളാർ ഫോം, എന്താണ് മോഡുലസ്, എന്താണ് ആർഗ്യുമെന്റ്, എന്താണ് കോൺജുഗേറ്റ്, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ, സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 3 സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ഒമേഗ സ്ക്വയർ എന്നുള്ള നൊട്ടേഷൻസ്. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് 1 ആണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ബേസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അടുക്കി വെച്ചോണം. ഓക്കെ, അപ്പം ഒരു ബേസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ സിലബസിലോട്ട് കയറുവാണ്, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിലോട്ട് കയറുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നുള്ള ധൈര്യത്തിൽ നമുക്ക് കയറാം. ഒന്നും അറിയാതെ അങ്ങോട്ട് കയറുന്നതിലും ഭേദം ഇതിനു മുൻപ് കോംപ്ലക്സ് നമ്പറിൽ എന്തൊക്കെയാണോ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതെല്ലാം അറിഞ്ഞുകൊണ്ട് കയറുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരും, ഉറപ്പായിട്ടും 100%. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ സിലബസിലേക്ക് നമ്മൾ കയറും. അപ്പൊ അതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ.